പി.വി. അൻവർ എം.എൽ.എയുടെ ജാമ്യ ഹർജിയിൽ വാദം തുടങ്ങിയിരിക്കുകയാണ്. പോലീസ് റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചു. പ്രതി സ്ഥലം എം.എൽ.എ ആണ്. ഏത് സമയത്തും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ തയ്യാറാണെന്ന് പി.വി. അൻവറിന്റെ അഭിഭാഷകൻ പറഞ്ഞു. അഭിഭാഷകന്റെ പ്രതികരണമാണ് വരുന്നത്. ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ ഹാജരാക്കിയ ഒരു പ്രതിയാണ്. അപ്പോൾ തന്നെ വേണമെങ്കിൽ കസ്റ്റഡി എടുത്തിട്ട് ചോദ്യം ചെയ്തിട്ട് ഹാജരാക്കാവുന്നുള്ളൂ. ആ ഓപ്പർച്യൂണിറ്റി എടുത്തിട്ടില്ല. അപ്പോൾ ഇന്ന് ബെയിൽ ആപ്ലിക്കേഷനിലുള്ള ഒബ്ജക്ഷന് വേണ്ടി മാത്രം ഒരു കസ്റ്റഡി പെറ്റീഷൻ വന്നതാണ്. അപ്പോൾ ഇന്ന് തന്നെ കോടതി വിധി പറയും. 5 മണിക്ക് മുമ്പ് കോടതി വിധി പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കോടതി ഇപ്പോൾ സിറ്റിംഗ് നടന്നുകൊടുക്കുകയാണ്. കഴിഞ്ഞാൽ കോടതിയിൽ വിധി പറയും. വിധി പറഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ളത് പറയാനാവും. തടസ്സമായിട്ട് ഈ കസ്റ്റഡി മാത്രമാണ്. അതായത് കേസിലെ ബാക്കിയുള്ള പ്രതികളെ കിട്ടാൻ ആവശ്യമുണ്ടെന്നാണ് പറഞ്ഞത്. ബാക്കിയുള്ള എല്ലാ മെറിറ്റും കോടതി അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. 12 മണിക്ക് കസ്റ്റഡിയിലെടുത്തവരുടെ പേര് വിവരങ്ങൾ എഫ്ഐആറിലില്ല. അതെ 12:30 മണിക്ക് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇതിൽ 4 പ്രതികളെ, 2 മുതൽ 5 കൂടി പ്രതികളെ 12:30 മണിക്ക് തന്നെ കസ്റ്റഡിയിലുണ്ട്. അതിനുശേഷം പോലീസിന്റെ കയ്യിലുണ്ട് എന്നാണ് പോലീസ് തന്നെ കൊടുത്ത റിമാൻഡ് റിപ്പോർട്ട് പറഞ്ഞത്. അതിന് പ്രോസിക്യൂഷൻ പറഞ്ഞ മറുപടി ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ മോശമായതുകൊണ്ട് ഞങ്ങൾക്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. വളരെ മോശമായൊരു മറുപടിയാണ് പറഞ്ഞത്. പോലീസ് പറയുന്നത് മറ്റു പ്രതികളെ തിരിച്ചറിയാൻ കസ്റ്റഡി വേണമെന്നുള്ളത് ഇത് മാത്രമാണ്. മറ്റു പ്രതികളെ തിരിച്ചറിഞ്ഞു കൊടുക്കുക എന്നുള്ളത് ഈ പ്രതികളുടെ ഉത്തരവാദിത്തമല്ല. ആ ഉത്തരവാദിത്തം പ്രതികളിൽ അർപ്പിക്കാനും പാടില്ല ഇന്ത്യയിലെ നിയമം അനുസരിച്ചിട്ട്. അത് ആസൂത്രണമായിട്ട് ഒരു തെളിവ് പറയുന്നത് ഈ പരിപാടികളിൽ മലപ്പുറം ജില്ലയിൽ നിന്ന് ഈ മണ്ഡലത്തിൽ നിന്ന് പുറത്തുള്ള ആളുകൾ പങ്കെടുത്തു എന്നുള്ളതാണ്. ഈ മണ്ഡലത്തിൽ പുറത്തുനിന്ന് ആളുകൾ പങ്കെടുത്താൽ എന്താ അതിൽ കുഴപ്പമെന്നാണ് നമ്മൾ ചോദിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ വൈൽഡ് എലിമെൻസിൻ്റെ അറ്റാക്ക് കേരളത്തിലുടനീളമുണ്ട്. പിന്നെ ഈ ഫോറസ്റ്റ് ആക്ടിൻ്റെ പ്രശ്നവും ഇവിടെ മാത്രമുള്ളതല്ല. 3, 4, 5 തീയതികളിൽ കേരളത്തിലാകെ ഒരു ജാഥ നടത്താൻ അദ്ദേഹം തീരുമാനിച്ചതുകൊണ്ട് അതിന്റെ ഭാഗമായിട്ട് ആളുകൾ കൂടിയതിൽ എന്താ തെറ്റുള്ളത്? പോലീസ് റിപ്പോർട്ട് ഇന്ന് തന്നെ വൈകിപ്പിച്ചു ഇത്രയും സമയം. അതെന്തെങ്കിലും അല്ല, അതിനങ്ങനെ പറയാൻ പറ്റില്ല. പോലീസും സമയം എടുക്കാമല്ലോ. ഒരു ദിവസമല്ല. അതിപ്പോൾ ഒരു ആരോപണമായിട്ട് ഉന്നയിക്കാനൊന്നും പറ്റില്ല. അക്രമത്തിൽ അൻവർ 12:40 കസ്റ്റഡിയിലെടുത്ത ആളുകളുടെ 4:45 വരെ നീണ്ടു പോയി എന്ന് പറയുന്നു. അപ്പൊ അതിന്റെ ഒരു കോടതി അതിൽ പല ചോദ്യങ്ങളും ചോദിച്ചു. അത് ഇല്ലീഗലാണ്. അവരെ 12:45 അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞത് എഫ്ഐആർ ഇടുന്നതിന് മുമ്പാണ്. കാരണം 12:45 അറസ്റ്റ് ചെയ്യുമ്പോൾ ഈ സമയം 11:45 കഴിഞ്ഞിട്ടുണ്ട്. 11:45 നടക്കുന്ന നോർത്ത് ഫോറസ്റ്റ് ഓഫീസ് എന്ന് പറഞ്ഞാൽ പോലീസ് സ്റ്റേഷൻ നേരെ ഓപ്പോസിറ്റാണ്. എല്ലാവർക്കും അറിയാം. അവിടെ ഒരു സംഭവത്തിൽ അവിടെ പോലീസുകാരുണ്ട്. 3 പോലീസുകാർക്ക് പരിക്ക് പറ്റിയെന്നും പറയുന്നുണ്ട്. ഈ പോലീസുകാർക്ക് ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പ് ചെല്ലാം, അല്ലെങ്കിൽ പരിക്ക് പറ്റാത്ത പോലീസുകാർക്ക് ചെന്നിട്ട് ആദ്യം ചെയ്യേണ്ട പണി എന്താ? ഇത് പോലീസ് റിപ്പോർട്ട് ചെയ്യാണ്, സ്റ്റേറ്റ് പോലീസ് സ്റ്റേഷൻ റിപ്പോർട്ട് ചെയ്യാണ്. അത് റിപ്പോർട്ട് ചെയ്യാൻ 4:45 വരെ എടുക്കുകയാണ്. ആ റിപ്പോർട്ടില് ഈ പ്രതികളുടെ പേര് എവിടെയും പറയുന്നില്ല. നോൺ പേഴ്സൺസ് എന്ന് പറയുന്നത് 12:30 പിടിച്ച ആളുകളെ എഫ്ഐആർ വരുമ്പോൾ 4:30 എഫ്ഐആർ വരുമ്പോൾ ഈ പ്രതികളുടെ പേര് അതിലില്ല. കസ്റ്റഡിയിലുള്ള പ്രതികളുടെ അത് പ്രത്യേകം കോടതി ചോദിച്ചിട്ടുണ്ട്. ഏറ്റവും വലിയ പ്രശ്നം എന്താന്ന് വെച്ചാൽ ഈ എഫ്ഐഎസ് ഇട്ടത് പി.വി. അൻവറും പിന്നെ അൺനോൺ ആയിട്ടുള്ള പേരറിയാത്ത 10 പേരുമാണ്. അതിൽ പേരറിയുന്ന 4 പേർ അവിടെ ഉണ്ടേ. 12:45 പേരറിയുന്നവരില്ലേ? അതാണ് ഇതിലെ പ്രശ്നം. അതിനെ കോടതി ചോദിച്ചത്. നമ്മളെന്താ വെച്ചാല് ഈ കേസ് മൊത്തം ഒരു കൺകോട്ടറാണ് പിന്നീട്. കാരണം ഈ കേസിലെ നേരം 11:45 കഴിഞ്ഞിട്ട് 4:45 വരെ എഫ്ഐആർ ഇട്ടിട്ടില്ല. എന്തുകൊണ്ട് എന്നതിന് ഒരു പ്രശ്നമല്ലേ? ഇമീഡിയറ്റ് ബിഫോർ ദ പോലീസ് സ്റ്റേഷനാണ്. അവിടെ വെച്ച് നടന്ന ഒരു സംഭവത്തെ കുറിച്ചിട്ട് 4:45 വരെ എഫ്ഐആർ ഇട്ടില്ലെന്ന് പറഞ്ഞാൽ സാധാരണ എല്ലാം രാജ്യത്ത് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന പോലത്തെ ഒരു അജിറ്റേഷൻ ഇവിടെ നടന്നിട്ടുള്ള പോലീസായി നിൽക്കണത്. പിന്നീട് മുകളിൽ നിന്നുള്ള ഇൻഫ്ലുവൻസ് കൊണ്ടാണ് എന്തുണ്ടാണത് കേസ് എടുക്കുന്നത്. അതുകൊണ്ടാണ് കേസ് വഹിക്കുന്നത്. പ്രതീക്ഷിക്കുന്നുണ്ട്. അയാൾ ഇവിടെ നിന്ന് റിലീസ് മെമ്മോ കിട്ടിയാൽ പോയി തന്നെ ഇറക്കാം. വേറെ പ്രൊസീജിയേഴ്സ് ഒന്നുമില്ല. കോടതി റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കത്ത് തരിക മാത്രമേ വേണ്ടത്. വേറെ ഒന്നും ചെയ്യാം. ഈ അക്രമ സംഭവത്തിൽ എം.എൽ.എ ഉൾപ്പെട്ടില്ല എന്ന് അവരുടെ കേസ്. അതായത് 40 പേരവിടെ ഇരുന്ന് പിന്നെ ശ്ലോകം വിളിക്കുകയാണ്. ഇതിൽ പെടാത്ത 10 പേര് പോയിട്ട് ആക്രമിച്ചു എന്ന കേസ് എഫ്ഐഎസ് പ്രകാരം. പിന്നീട് അത് നിലനിൽക്കില്ല. അതിൽ ഈ ഒരാൾ ഈ 40 പേരിൽപ്പെട്ട ഒരാളെ അതിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല എന്നുള്ളപ്പം ഈ 40 പേര് കൂടി ഇപ്പോൾ പ്രതിയാന്ന റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. പിന്നീട് അങ്ങനെ ആഫ്റ്റർ തോട്ട് മൊത്തത്തിൽ ആകെ കൂടി എന്താണെന്ന് വെച്ചാൽ വിത്തോട്ടെ പ്രേരണ നൽകി എന്നാണ്. പ്രേരണക്ക് എന്താ കുറ്റം ഇതുള്ളത്? ആദ്യം പ്രതിയാക്കണ്ട അയാളെ ഒഴികെ ബാക്കി 30 പേരുണ്ടെങ്കിൽ അവരെ പ്രതിയാക്കണ്ടേ? അവരൊക്കെ ഇതിലുള്ള ആൾക്കാരല്ലേ? പോലീസ് മൊത്തത്തിൽ ബ്ലാങ്കാണ്. ഈ കേസ്
നിലമ്പൂർ പോലീസിൻ്റെ താല്പര്യപ്രകാരമുള്ളതല്ല എന്ന് ബാക്കിയുള്ള നാൾ വഴികൾ നോക്കിയാൽ കൃത്യമായിട്ട് മനസ്സിലാവും. ആദ്യം പോലീസ് എടുത്തത് എങ്ങനെയെന്ന് വെച്ചാൽ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു സംഭവം നിലമ്പൂരിൽ നടന്നു. ഒരാളെ ആന ചവിട്ടി കൊന്നാണ്. സ്വാഭാവികമാണ് ജനങ്ങളുടെ പ്രതികരണം. അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രതികരണം ഉണ്ടായി. ആ പ്രതികരണത്തിൽ ആ സ്വാഭാവികമായ പ്രതികരണം എന്നതിലേക്ക് അവഗണിക്കാവുന്ന ഒരു സംഗതിയാണിത്. അങ്ങനെ അവഗണിച്ചിട്ടുമുണ്ട്. പിന്നീട് മുകളിൽ നിന്നുള്ള ഇൻസ്ട്രക്ഷൻ പ്രകാരമാണ് വളരെ വൈകിയ സമയത്ത് ഇതിൽ കേസെടുക്കുന്നത്. ഇല്ലേ 4:45 വരെ കാത്തിക്കണ്ട. ഈ 4:45 അറസ്റ്റ് ചെയ്തപ്പോഴും ബാക്കിയുള്ള സമയത്തൊക്കെ നിലമ്പൂരിൽ തന്നെയുള്ള MLA രാത്രി 9:45 വീട്ടിൽ പോയി അറസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. നോട്ടീസ് നൽകി ഈ നോട്ടീസ് നൽകിയിട്ടില്ല. കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ അത് കേസുകൾ നോട്ടീസാണ് നൽകേണ്ടത്. സുപ്രീം കോടതിയുടെ ഗൈഡ് ലൈൻ ഉണ്ട്. അറസ്റ്റ് നാട്ടിൽ കിട്ടാത്ത ഒരാളുമല്ല. അങ്ങനെ ഹൈഡ് ചെയ്യുമെന്ന് വിചാരിക്കാൻ, നാട് വിടുന്ന് വിചാരിക്കാൻ പറ്റില്ലല്ലോ. സ്ഥലം MLA അല്ലേ. അപ്പോൾ ഇതിൽ നേരത്തെ തല മുതൽ കണ്ടാൽ മനസ്സിലാവും ഇതിൽ പോലീസ് എന്താണ് ചെയ്യുന്നത്. മുകളിൽ നിന്ന് ആരുടെയൊക്കെ ഉത്തരവ് പ്രകാരം ഇവിടെ പ്രവർത്തിക്കുകയാണ്. അതിലുള്ള പിന്നെ ഈ മട്ടലിൽ ചവിട്ടിയ അനുഭവമാണ് ഇവിടെ ഉണ്ടാകുന്നത്. ഏതെങ്കിലും സ്ഥലം പൊന്തി നിൽക്കുകയാണ്. അതാണ് ഇവിടെ കാണുന്നത്. ഇപ്പൊ പോലീസിന്റെ പ്രതീക്ഷയിലാണ്. ഇപ്പൊ പോലീസിന്റെ അവസാനത്തെ കളിയാണ് എന്ത് കസ്റ്റഡി വേണമെന്ന് പറഞ്ഞത്. അതെങ്ങനെ പോലീസ് അത് കോടതി അതിന് കസ്റ്റഡിക്ക് പ്രത്യേക ഡേറ്റ് ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ കസ്റ്റഡി എന്തിനാണെന്ന് മര്യാദയ്ക്ക് പറഞ്ഞു പ്രതികളെ കണ്ടെത്താനെന്നാണ് പറഞ്ഞത്. കോടതി ഒരു നല്ല ഉചിതമായ തീരുമാനം എടുക്കുമെന്ന വിശ്വാസമാണ് എനിക്കുള്ളത്. വാല്യുവേഷന്റെ കഥ അങ്ങനെയാണ്. വാല്യുവേഷൻ എവിടുന്നാണ് ഉണ്ടാവേണ്ടത്? FISൽ അങ്ങനെ പിന്നെ നഷ്ടം ഉണ്ടായി തന്നെ പറയുന്നില്ല. പിന്നീട് DF 35,000 രൂപ കണക്കാക്കിയെന്ന് പറഞ്ഞ് അവിടുത്തെ ക്ലോക്കിൻ്റെയും പിന്നെ എന്താണ് വാതിലിൻ്റെയും ചെയറിൻ്റെയും കൂടി വില 35,000 ഉണ്ടെന്നാണ് പറഞ്ഞത്. ആർക്കെ വിശ്വസിക്കാൻ കഴിയുന്ന എനിക്ക് അറിഞ്ഞുകൂടാ. ഇത് വാല്യൂ ചെയ്യേണ്ട ആരാ? എൻജിനീയേഴ്സ് അല്ലേ. ഒരു സ്ഥലത്തും പിന്നെ ഒരു നമ്മൾ ടാലി ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള കുറേ കാര്യങ്ങളാണ് പറയുന്നത്. ഫാബ്രിക്കേറ്റഡ് കേസാണ് പ്രൈമാ ഫേസിയാ മനസ്സിലാവും. പ്രഥമ ദൃഷ്ടിയാ കണ്ടാൽ മനസ്സിലാവും. മാത്രമല്ല ഇവിടെ ജനാധിപത്യ രീതിയിൽ ഒരു MLAക്ക് പ്രത്യേകിച്ച് നാട്ടിലെ കാര്യങ്ങളിൽ നടത്താവുന്ന ഒരു അജിറ്റേഷൻ നടത്തിയത് ഒരു ബാധകമായി കാണുകയാണെങ്കിൽ കേരളത്തിലെ ഒരു രാഷ്ട്രീയ നേതാവും പുറത്തുണ്ടാവില്ല. അപ്പോൾ ഇതേപോലെ കേസെടുക്കുകയാണെങ്കിൽ. താങ്ക് യു. PV അൻവർ MLAയുടെ അഭിഭാഷകനാണ് ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിച്ചത്. പോലീസ് ഫ്രെയിം ചെയ്ത ഒരു കേസാണ്. മാത്രമല്ല നടപടിക്രമങ്ങൾ പാലിച്ചിട്ടില്ല. സുപ്രീം കോടതിയുടെ ഗൈഡ് ലൈൻസ് ഉണ്ട്. PDPP ആക്ട് പ്രകാരം ഒരു കേസ് രജിസ്റ്റർ ചെയ്യുമ്പോൾ അതിന് മുന്നോടിയായിട്ടൊക്കെ തന്നെ നൽകേണ്ട നോട്ടീസ് അടക്കമുള്ള ആ നടപടിക്രമങ്ങൾ അത് സ്വാഭാവികമായ നീതി PV അൻവറിന് ലഭ്യമായിട്ടില്ല. PV അൻവർ ഒരു ജനപ്രതിനിധിയാണ്, ഒരു MLA ആണ്. അപ്പോൾ MLA നാട് വിടാനുള്ള സാഹചര്യമൊന്നുമില്ല. അങ്ങനെ ഇരിക്കെ പോലീസ് ധൃതിപ്പെട്ട് ഉന്നതങ്ങളിൽ നിന്നുള്ള ഉത്തരവ് പ്രകാരം പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള നടപടികളാണ് ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നത്. 5 മണിയോടുകൂടി PV അൻവറിന്റെ അഭിഭാഷകർ സമർപ്പിച്ച ജാമ്യ ഹർജിയിന്മേൽ തീരുമാനം ഉണ്ടാകും. അത് 5 മണിക്ക് പ്രതീക്ഷിക്കാം എന്നാണ് അഭിഭാഷകർ അറിയിച്ചത്.